യേശുവിൻ്റെ നാമത്തിന് മഹത്വം നൽകിക്കൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 33-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവനും വെളിച്ചവും നമുക്ക് നൽകിക്കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്തുകയാണ്. കഷ്ടത സഹനശീലം നൽകുന്നത് പോലെ ജീവൻ നിലനിർത്തുവാൻ ജീവശ്വാസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. പ്രത്യാശയോടെ ദൈവത്തിരുമുൻപിൽ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനയും നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ വീണ്ടും ദൈവം ശക്തി പകരുന്നു. സങ്കീർത്തകൻ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സ്നേഹമുള്ളവരെ, നമ്മുടെ കഴിവോ ബലമോ അല്ല നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നതും ഇനി മുന്നോട്ട് പോകുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. നാം എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദയയും കൃപയും കൊണ്ടാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പല പ്രതിസന്ധികളുടെയും അല്ലാതെയും നാം കടന്നു പോകുമ്പോൾ ദൈവിക പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരുന്ന കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഇടപെടുന്ന വലിയൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. യേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ, യേശു തന്മാർവിലല്ലാതില്ലെനിക്ക് വിശ്രാമം വേറെ. പാരിലും ഭാരത്തിലും നിസ്തുല്യൻ എൻ പ്രിയൻ, എൻ രക്ഷകൻ ദൈവമേ. അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ രക്ഷകൻ ദൈവമേ, നീ ദൈവത്തിന്റെ സഹായം എങ്ങനെ വെളിപ്പെടും? യഹോവ കഷ്ടകാലത്ത് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ കഷ്ടകാലം ഉണ്ട്. പ്രാർത്ഥനകൾ മാത്രമേ കഷ്ടകാലത്തെ തരണം ചെയ്യുകയുള്ളൂ. പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയുമില്ല. സങ്കീർത്തകൻ പറയുന്നു, നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, ഓ യേശുവേ, ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. സഖികളെല്ലാരും മാറിപ്പോയാലും
ദൈവമേ. ദൈവമേ നീയല്ലാതില്ലാരും. ഓ ഗ്ലോറി. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. കർത്താവായ യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഞങ്ങളെ കൈവിടാത്ത ദൈവമാണ്. മുൻകാലങ്ങളിൽ ഞങ്ങളെ സഹായിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. ഇപ്പോഴും അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവായ യേശുവേ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി. എന്നാശ്രയം എന്നാശ്രയം എന്നേശു രക്ഷക. ഓ ജീസസ്. എന്നാശ്രയം എന്നാശ്രയം എന്നേശു രക്ഷക. രക്ഷകനായ ദൈവമേ, നീ ജീവിക്കുന്നതാലേ ഞാൻ ജീവിക്കും നിന്നിൽ. നിൻ സ്നേഹമാ കോടി കീഴിൽ ഞാൻ കാണുന്നു ജയം. യേശുവേ, രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും. ഓ ജീസസ്. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. ഓ എൻ രക്ഷകനായ കർത്താവേ, രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും. ഓ നല്ല ദൈവമേ, യേശു മാത്രം മതി എനിക്കേതു നേരത്തും. യേശുവേ രക്ഷകനായ ദൈവമേ. ഹല്ലേലൂയ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും കർത്താവിന്റെ സംരക്ഷണവും സമാധാനവും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.